Hi dears, welcome to Tooth File. നമ്മുടെ JCയുടെ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സിൽ നമ്മുടെ കോപ്പറേഷൻ്റെ സിലബസിൽ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ, Crocodile Pioneers in the first stage, then reformulated principle ICA reformulated the second stage, Carvey committee stage third stage, then principles 1995 fourth stage. അങ്ങനെ 4 സ്റ്റേജിലൂടെയുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. Cooperative principles. Cooperative principles were originally given by the founders of cooperative movement in the world known as Crocodile Pioneers. Cooperative മൂവ്മെൻറ്റിൻ്റെ പൈനിയേഴ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പൈനിയേഴ്സ് എന്നറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പൈനിയേഴ്സ് എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ആണ്. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ്. റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് ഫോം ചെയ്തത് എന്നാണ്? 15 ഓഗസ്റ്റ് 1884 15 ഓഗസ്റ്റ് 1844 എന്ത് ചെയ്തത്? നമ്മുടെ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ഫോം ചെയ്തത്. അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെയായിരുന്നു? നമ്പർ 2 ടോഡ് ലൈൻ മാഞ്ചസ്റ്ററിലായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തത്. 28 പൗണ്ട് ആയിരുന്നു അതിൻ്റെ കോൺട്രിബ്യൂഷൻ. 28 പൗണ്ട്സ്. അങ്ങനെ 28 മെമ്പേഴ്സ്, ഓരോ മെമ്പേഴ്സും ഓരോ പൗണ്ട് വീതം കോൺട്രിബ്യൂട്ട് ചെയ്ത് 28 പൗണ്ട്സ് വെച്ചിട്ട് ഫോം ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി. ഫോം ചെയ്തത് 15 ഓഗസ്റ്റ് 1844 15 ഓഗസ്റ്റ് 1844 ഫോം ചെയ്തു. ദെൻ അവർ അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾ, ആ സൊസൈറ്റിയാണ് ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഫോമുലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. 1860 ഏത് വർഷമാണ്? 1860 എന്ത് ചെയ്തു? അവർ പ്രിൻസിപ്പിൾസ് ഫോമുലേറ്റ് ചെയ്തു. അതാണ് അവരുടെ സൊസൈറ്റിയുടെ സക്സസ്സിന് കാരണമായി തീർന്നത്. ആ പ്രിൻസിപ്പിൾസ് ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഇവല്യൂഷനിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. 1860 എന്ത് ചെയ്തു? ഫോർമുലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ആണ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ടു മെമ്പേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ട്രാൻസാക്ഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇതാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. ഇവർ ഫോർമുലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റ് സ്റ്റേജിലെ പ്രിൻസിപ്പിൾസ് എന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ആര് വരാണ്? നമ്മുടെ ICA വരാണ്. ICA എന്താണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ICA എന്നറിയപ്പെടുന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ICAയുടെ ഫുൾ ഫോം ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്നാണ്. ICA ഫോം ചെയ്തത്? 1895 എന്ത് ചെയ്തത്? ICA ഫോം ചെയ്തത്. 18 ഓഗസ്റ്റ് എന്നും 19 ഓഗസ്റ്റ് എന്നും പറയുന്നുണ്ട്. 18th പറയുന്നുണ്ട്, 19th പറയുന്നുണ്ട്. 19th ആണ് ICAയുടെ സൈറ്റിൽ കിടക്കുന്നത്. ടെക്സ്റ്റുകളിൽ 18th പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ രണ്ടും ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതാണെങ്കിലും അതിനനുസരിച്ച് ആൻസർ എഴുതുക കേട്ടോ. അപ്പോൾ 19th ഓഗസ്റ്റ് 1895 എന്ന് പഠിക്കുക. ഇൻ കേസ് 18th മാത്രമേ ഓപ്ഷനിലുള്ളൂ എങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ICA ഫോം ചെയ്ത വർഷം 19 ഓഗസ്റ്റ് 1895 അത് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ലണ്ടൻ ആയിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. ലണ്ടൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് 1895 ഫോം ചെയ്തത്. അതിനുശേഷം 1892 എന്ത് ചെയ്തു? ലണ്ടനിൽ നിന്ന് ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ അതിനുശേഷം മൂന്നാമതൊരു ഷിഫ്റ്റിങ്ങും കൂടെ ഉണ്ടായിരുന്നു. തേർഡ് ടൈമിൽ എങ്ങോട്ടായിരുന്നു ഷിഫ്റ്റ് ചെയ്തത്? 1982 ജനീവയിലേക്ക് സെക്കൻഡ് സ്റ്റേജിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മൂന്നാമത് ആയിട്ട് ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു 2013. എന്നാണ് 2013 എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? ബ്രസൽസിലേക്കാണ്. ബെൽജിയത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിലേക്ക് എന്ത് ചെയ്തു?
ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ കറണ്ട് ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ്, അപ്പോൾ ICA ആണ്. അപ്പോൾ ആ ICAയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നൂടെ നമുക്കൊന്ന് നോക്കണം. ICAയുടെ ഹയസ്റ്റ് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി ജനറൽ അസംബ്ലിയാണ്. എന്താണ്? ജനറൽ അസംബ്ലിയാണ് ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ICAയുടെ ഹയസ്റ്റ് അതോറിറ്റിയായ ജനറൽ അസംബ്ലി എന്ത് ചെയ്യുന്നു? എല്ലാ വർഷവും മീറ്റ് ചെയ്യുന്നു. മീറ്റ്സ് എവറി ഇയർ, എല്ലാ വർഷവും മീറ്റ് ചെയ്യുന്നു. ദെൻ ICA ബോർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 26 മെമ്പേഴ്സ് ഉണ്ട്. 26 മെമ്പേഴ്സ് ഉണ്ട്. ICA ബോർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 26 മെമ്പേഴ്സ് ഉണ്ട്. 26 മെമ്പേഴ്സ് ഉണ്ട്. ഈ 26 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ICAയുടെ കറണ്ട് ബോർഡ് 2022-2026 പീരീഡിലാണ്. അത് എവിടെ വെച്ചാണ്? 20 ജൂൺ 2022 സെവിൽ, സ്പെയിനിൽ വെച്ചിട്ടാണ് ഈ ബോർഡ് എന്ത് ചെയ്തത്? ഇലക്ട് ചെയ്തത്. ആ ബോർഡിൽ എത്രയുണ്ട്? ഒരു പ്രസിഡന്റ് ഉണ്ട്, 4 വൈസ് പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ്, 4 വൈസ് പ്രസിഡന്റ്, 4 റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗ്ലോബൽ സെക്ടർ ഓർഗനൈസേഷൻ, 4 റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗ്ലോബൽ സെക്ടർ ഓർഗനൈസേഷൻ, 1 യൂത്ത് റെപ്രസെൻറ്റേറ്റീവ്, ഒരു യൂത്ത് റെപ്രസെൻറ്റേറ്റീവ്, ദ ചെയർ ഓഫ് ദ ജെൻഡർ ഇക്വാലിറ്റി കമ്മിറ്റി ആൻഡ് 15 അതർ അറ്റ് ലാർജ് മെമ്പേഴ്സ്. അങ്ങനെ മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ട്? 26 മെമ്പേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് പ്രസിഡന്റ് ആൻഡ് 4 വൈസ് പ്രസിഡന്റ്. ഇതാണ് ICAയുടെ ഹയസ്റ്റ് അതോറിറ്റിയായ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. ദ സെക്ടറൽ ഓർഗനൈസേഷൻ, യൂത്ത് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി കമ്മിറ്റി റെപ്രസെൻറ്റേറ്റീവ്സ് ആർ നോമിനേറ്റഡ് ബൈ ദെയർ റെസ്പെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോർമർലി ഇലക്റ്റഡ് ബൈ ദ ജനറൽ അസംബ്ലി. The vice president are the individual elected by the ICA regional organization as regional president and rectified by the ICA General Assembly. Okay. അപ്പോൾ ICAയുടെ ബോർഡിനെ കുറിച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 26 മെമ്പേഴ്സ് ആണ് ഉള്ളത്, ഇൻക്ലൂഡിങ് പ്രസിഡന്റ് ആൻഡ് 4 വൈസ് പ്രസിഡൻസ്. അതാണ് ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ദെൻ ICAയ്ക്ക് 4 റീജിയണൽ ഓഫീസസ് ആണുള്ളത്. എത്ര റീജിയണൽ ഓഫീസസ് ആണുള്ളത്? 4. 4 റീജിയണൽ ഓഫീസസ് ആണ് ICAയ്ക്ക് ഉള്ളത്. ICAയ്ക്ക് എത്ര റീജിയണൽ ഓഫീസസ് ഉണ്ട്? 4 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ICAയ്ക്ക് 4 റീജിയണൽ ഓഫീസസ് ആണുള്ളത്. എത്ര റീജിയണൽ ഓഫീസസ് ഉണ്ട്? 4 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ഒന്നാമത്തേതാണ് ഏഷ്യ ആൻഡ് പസഫിക് റീജിയൻ. ഏഷ്യ ആൻഡ് പസഫിക് റീജിയൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഏഷ്യ ആൻഡ് പസഫിക് റീജിയൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഏഷ്യ ആൻഡ് പസഫിക് റീജിയൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് അത് ആരാണ് ഇനാഗ്രേറ്റ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആണ്. 14/11/1960 ഏഷ്യ പസഫിക് ഓഫീസ് എന്താണ് അതറിയപ്പെടുന്നത്? ICA റോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഹൗസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്താ അറിയപ്പെടുന്നത്? ബോണോ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ബോണോ ഹൗസ് റിലേറ്റഡ് ടു ICA റോപ്പ് ആണ്. ദെൻ ഏഷ്യ പസഫിക് ഓഫീസാണ്, അത് ന്യൂഡൽഹിയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. 14/11/1960 ജവഹർലാൽ നെഹ്റു ആണ് ഇനാഗ്രേറ്റ് ചെയ്തത് ICA ഇവിടെ ഏഷ്യ ആൻഡ് പസഫിക് റീജിയൻ ഓഫീസ്. ദെൻ ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്കയുടെ ഓഫീസ് എവിടെയാണ്? നെയ്റോബിയിലാണ്. ദെൻ യൂറോപ്പിൻ്റെ ഓഫീസ്, ഈസ്റ്റ് സെൻട്രൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക ഓഫീസ് വരുന്നത് എവിടെയാണ്? സാൻജോസ് ആണ് വരുന്നത്. ദെൻ യൂറോപ്പിൻ്റെ ഓഫീസ് വരുന്നത് ബ്രസൽസ് ആണ്. അപ്പോൾ 4 ഓഫീസസ് എവിടേക്കാണ്? യൂറോപ്പ്, ബ്രസൽസ്, ആഫ്രിക്ക നെയ്റോബി, അമേരിക്ക സാൻജോസ്, ഏഷ്യ പസഫിക് ന്യൂഡൽഹി. അങ്ങനെ 4 റീജിയണൽ ഓഫീസസ് ആണ് ICAയ്ക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി 1860 അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾസിനെ ഫസ്റ്റ് ആര് അഡോപ്റ്റ് ചെയ്തു? സെക്കൻഡ് സ്റ്റേജിൽ നമ്മുടെ പ്രിൻസിപ്പിൾസിനെ അങ്ങനെ തന്നെ എന്ത് ചെയ്തു?
ICA പ്രിൻസിപ്പിൾസിനെ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ആ പ്രിൻസിപ്പിളിനെ എന്ത് ചെയ്തു, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എന്ന് രണ്ടായിട്ട് തിരിച്ചു. എന്തുമാത്രമാണ് ചെയ്തോളൂ, ICA അക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം ICA ഏത് വർഷമാണ് സെക്കൻഡ് സ്റ്റേജിൽ 1937 ICA പ്രിൻസിപ്പിളിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആരുടെ പ്രിൻസിപ്പിളിനെ, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എന്ന് ഡിവൈഡ് ചെയ്തു. അങ്ങനെ മാത്രം ഡിവൈഡ് ചെയ്തിട്ട് ആ പ്രിൻസിപ്പിൾസിനെ അങ്ങനെ തന്നെ എന്ത് ചെയ്യുകയാണ് ചെയ്തത്, അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം തേർഡ് സ്റ്റേജ് ആണ് എന്തെന്നറിയപ്പെടുന്നത്, റീഫോർമുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. തേർഡ് സ്റ്റേജ് എന്തെന്നാണ് അറിയപ്പെടുന്നത്, റീഫോർമുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ റീഫോർമുലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് എങ്ങനെയാണ് അത് നടക്കുന്നത്, ഫസ്റ്റ് തന്നെ ആദ്യമേ അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഫോം ചെയ്ത് അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു. 1963 ബോൺമൗത്തിൽ വെച്ചിട്ട് ചേർന്ന ഒരു കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ചിട്ട്, ഏത് വർഷമാണ്, 1963 എവിടെ വെച്ചിട്ട്, ബോൺമൗത്തിൽ വെച്ചിട്ട് ചേർന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്തു. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ എന്ത് ചെയ്യണം, റീഫോർമുലേറ്റ് ചെയ്യണം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ റീഫോർമുലേഷന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് 1963 ചേർന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ് തീരുമാനിച്ചു. അതിൻ്റെ ബേസിൽ 1964 DJ കാർവേ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. എന്നാണ് 1963 തീരുമാനിച്ചു. 64 ആരായിരുന്നു ചെയർമാൻ എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ, DJ കാർവേ അപ്പോയിൻറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, ഈ പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കമ്മിറ്റി അറിയപ്പെടുന്ന പേരെന്താണ്, കാർവേ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1964 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർവേ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ഹെഡ് ചെയർമാൻ ആരായിരുന്നു, DJ കാർവേ ആയിരുന്നു. അതുകൊണ്ടാണ് ആ കമ്മിറ്റി എന്തെന്നറിയപ്പെടുന്നത്, കാർവേ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. അതിനുശേഷം കാർവേ കമ്മിറ്റി അതിൻ്റെ റെക്കമെൻഡേഷൻ എന്നാണ് സബ്മിറ്റ് ചെയ്തത്, 1966 റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിന് കാർവേ കമ്മിറ്റി സബ്മിറ്റ് ചെയ്ത് 1966 എവിടെ വെച്ച് നടന്ന കോൺഗ്രസ്സിൽ, വിയന്ന കോൺഗ്രസ്സിൽ വെച്ചിട്ട്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തത്, ഫസ്റ്റ് 4 ഓഫ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് വെയർ അഡോപ്റ്റഡ് ആസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് 5th പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് 6th ദേ ആഡഡ് എ ന്യൂ പ്രിൻസിപ്പിൾ. ഏതൊക്കെയാണ് കാർവേ അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ്? കാർവേ പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്ന കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. ബാക്കി 6 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഏതൊക്കെയാണ്, വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. എന്താണ് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്? Then democratic control, limited interest on share capital, equitable distribution of surplus, promotion of cooperative education, cooperative among cooperatives. ഈ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഓപ്പൺ ആൻഡ് വോളണ്ടറി ആയിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു രീതിയിലുമുള്ള എന്ത് പാടില്ല, കമ്പൽഷൻ പാടില്ല. ഒരു രീതിയിലും ഒരാളെയും കമ്പൽ ചെയ്തായിരിക്കരുത് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത്. അതാണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു, ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയായിരിക്കണം, ഒരു ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ആയിരിക്കണം. അതിൻ്റെ അഫയേഴ്സ്, സൊസൈറ്റിയുടെ അഫയേഴ്സ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് പേഴ്സൺസ് ആണ്. ആ പേഴ്സൺ എങ്ങനെയാണ്, ഇലക്റ്റഡ് ബൈ ഇൻ എ മാനർ എഗ്രീഡ് ബൈ ദ മെമ്പേഴ്സ് എഗ്രി ചെയ്യുന്ന ഒരു മാനർ, ഇലക്ട് ചെയ്യുന്ന ഒരു ആളായിരിക്കണം അത് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്. ദെൻ പ്രൈമറി സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണ്. ദാറ്റ് മീൻസ് 1 member 1 vote. അതാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ. അവരുടെ പാർട്ടിസിപ്പേഷനും ഡിസിഷനും ഒക്കെ സൊസൈറ്റിയിൽ 1 member 1 vote എന്ന രീതിയിലാണ് പോകുന്നത്. ദ സൊസൈറ്റി അറ്റ് അതർ ലെവൽ ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് ഇൻ എ ഡെമോക്രാറ്റിക് മാനർ സ്യൂട്ടബിൾ ടു ദം. അപ്പോൾ പ്രൈമറി സൊസൈറ്റീസിലാണ് അങ്ങനെ. അതിന് അപ്പർ ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു ലെവലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും സ്വീകരിക്കുന്നത്. ദെൻ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സ് കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷനാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റലിന് എങ്ങനെയായിരിക്കും, ഒരു ജോയിൻ്റ് ഓണർഷിപ്പ് ആയിരിക്കും. ആ ക്യാപിറ്റൽ മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു ലിമിറ്റഡ് റിട്ടേൺ ആണ് അതിന് കിട്ടുന്നത്.
അതായത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റലിന് എങ്ങനെയായിരിക്കും, ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുകയുള്ളൂ. ദെൻ നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് കൂടുതലായിട്ട് വരുന്ന സർപ്ലസ് അമൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സർപ്ലസ് അമൗണ്ട് ഓഫ് എ സൊസൈറ്റി ഈസ് ജനറേറ്റഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ട്രാൻസാക്ഷനിലൂടെ അമൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, സർപ്ലസ് എന്ന് പറയുന്നത്. അത് ഓപ്പറേഷനിലോ സൊസൈറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പ്രോഫിറ്റ്, ആ സർപ്ലസ് അമൗണ്ട് എന്ന് പറയുന്നത് മെമ്പേഴ്സിന് ഏത് രീതിയിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ഈക്വൽ ആയിട്ട് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം സർപ്ലസിന്റെ വരേണ്ടത്. ആണ് എന്തിനു വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എംപ്ലോയീസിനും കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സിനും ഒക്കെ കൊടുക്കുന്നത്, അവർക്ക് എഡ്യൂക്കേഷൻ ആണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പെക്യൂലിയാരിറ്റീസ് ഒക്കെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന എന്തായിരിക്കും, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതിൻ്റെ അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നൊരു പ്രിൻസിപ്പിൾ ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടുന്ന കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നൽകിയിരിക്കണം. ദെൻ ആറാമത്തെ പ്രിൻസിപ്പിൾ, കാർവേ പ്രിൻസിപ്പിൾ എന്താണ്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. എന്ത് വേണം, കോപ്പറേറ്റീവ്സിൻ്റെ ഇടയിൽ ഒരു കോപ്പറേഷൻ വേണം. അതാണ് ടു സെർവ് ദ മെമ്പർ മോസ്റ്റ് എഫക്റ്റീവ്ലി ഓൾ കോപ്പറേറ്റീവ് ഷുഡ് വർക്ക് ടുഗദർ ഇൻ ലോക്കൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ. This cooperative among the cooperative institutions strengthen the movement in a free market economy. This rule of cooperative among the cooperatives and the international relation will help them to utilize the opportunity in a most effective way. കോപ്പറേറ്റീവിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ കോപ്പറേഷൻ വേണം. എങ്ങനെ, കോപ്പറേറ്റീവ്സിൻ്റെ ഇടയിൽ ഒരു കോപ്പറേഷൻ വേണം. അതെങ്ങനെയാണ്, നമ്മുടെ എക്കണോമിയിലെ ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷനിൽ എല്ലായിടത്തും നമുക്ക് എന്ത് വേണം, കോപ്പറേറ്റീവിൻ്റെ ഇടയിൽ ഒരു കോപ്പറേഷൻ വേണം, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട്. അതാണ് കോപ്പറേറ്റീവ് എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന കാർവേയുടെ പ്രിൻസിപ്പിളിലൂടെ ഉദ്ദേശിക്കുന്നത്. The above principles were again reconstructed by the ICA. ഈ ഇപ്പോൾ നമ്മുടെ കാർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. കാർവേ കമ്മിറ്റി എന്ത് ചെയ്തു, പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രിൻസിപ്പിൾ ആഡ് ചെയ്തു. ആറാമത്തെ പ്രിൻസിപ്പിളായിട്ട് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിൾ ആഡ് ചെയ്തു. അങ്ങനെ തേർഡ് സ്റ്റേജ് കഴിഞ്ഞു. ദെൻ ഇനി ഫോർത്ത് സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. അബവ് പ്രിൻസിപ്പിൾ വെയർ അഗെയിൻ റീകൺസ്ട്രക്റ്റഡ്. ഈ പ്രിൻസിപ്പിൾ പിന്നെയും റീകൺസ്ട്രക്ട് ചെയ്തു ICA. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒരു നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെയും എന്ത് ചെയ്തു, ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 1995 എവിടെ വെച്ച്, മാഞ്ചസ്റ്ററിൽ കൂടിയ ഒരു കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ എന്ത് ചെയ്തു, റീഫോർമുലേറ്റ് ചെയ്തു. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വേണ്ടുന്ന ചേഞ്ചസ് കൊടുത്ത് റീഫോർമുലേറ്റ് ചെയ്തു. ആ ഫോർത്ത് സ്റ്റേജിലെ റീഫോർമുലേഷൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആരായിരുന്നു, ഇവാൻ മക്ഫേഴ്സൺ ആയിരുന്നു. 1995 റിവൈസ്ഡ് പ്രിൻസിപ്പിൾ ബൈ ICA. അത് ആരായിരുന്നു റിവൈസ് ചെയ്തത്, ഇവാൻ മക്ഫേഴ്സൺ. 1995 92 ആണ് അപ്പോയിന്റ് ചെയ്തത്. 94 റിപ്പോർട്ട് കൊടുത്തു. 95 എന്ത് ചെയ്തു, മാഞ്ചസ്റ്ററിൽ വെച്ചിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ കറണ്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റേജിലെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട്, 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. 7 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. 7ാമതായിട്ട് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി കൂടി ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് 7 പ്രിൻസിപ്പിൾസിൽ ഫോർത്ത് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത 7 പ്രിൻസിപ്പിൾസിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എങ്ങനെയായിരിക്കണം, ഓപ്പൺ ആയിരിക്കണം, വോളണ്ടറി ആയിരിക്കണം. പീപ്പിൾ മസ്റ്റ് ബി ഗിവൺ ചാൻസ് ടു സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് കോപ്പറേറ്റീവ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്. അങ്ങനെ ദേ മസ്റ്റ് ബി അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി വിത്ത് എ ഫ്രീ മൈൻഡിലായിരിക്കണം അവർ വർക്ക് ചെയ്യാനായിട്ട് അവരൊരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് എങ്ങനെയായിരിക്കണം, ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് ഓപ്പൺ
ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്നും രണ്ട് രീതിയിലും പറയാറുണ്ട്. അപ്പം ഒന്നാമത്തെ പ്രിൻസിപ്പിൾ അതാണ്, ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. മെമ്പർ കൺട്രോൾ എങ്ങനെയായിരിക്കണം? ഡെമോക്രാറ്റിക് വേയിലായിരിക്കണം മെമ്പറിൻ്റെ കൺട്രോൾസ് വരുന്നത്. ദെൻ മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. മെമ്പറിൻ്റെ എക്കണോമിക് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. മെമ്പർ ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ ക്യാപിറ്റൽ ഇക്വിറ്റബിളി ആൻഡ് ഷുഡ് റിസീവ് ഓൺലി സ്മോൾ റിട്ടേൺ. അവർ ഇക്വിറ്റബിൾ ആയിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടത്. അതിൽ നിന്ന് വളരെ ചെറിയൊരു റിട്ടേണേ കിട്ടുകയുള്ളൂ. ക്യാപിറ്റൽ ഷുഡ് നോട്ട് ബി ദ കമാൻഡിങ് ഫാക്ടർ. ക്യാപിറ്റൽ ആയിരിക്കില്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കമാൻഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അതൊരു ഓൺലി ഒരു സർവീസിങ് ഫാക്ടർ മാത്രമായിട്ടാണ് ക്യാപിറ്റലിനെ കൺസിഡർ ചെയ്യുകയുള്ളൂ. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ. Crocodile principle updated the promotion and general education of members. Crocodile equitable pioneersന്റെ പ്രിൻസിപ്പിളായ പ്രൊമോഷൻ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് മെമ്പേഴ്സ് അതാണ് എന്ത് ചെയ്തത്? എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ എന്ന രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ്? എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ICA emphasized that the member elected representative and employee should be aware of cooperatives in through the action. They should be given training at selected centers to make sure that they are capable of discharging their duties and responsibilities. ആർക്കൊക്കെ കൊടുക്കണം? മെമ്പേഴ്സിന് കൊടുക്കണം, ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് കൊടുക്കണം, എംപ്ലോയീസിനും ഒക്കെ എന്ത് കൊടുക്കണം? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഇൻഫർമേഷനും കൊടുക്കണം. ആ ഒരു രീതിയിലൂടെ അവർ എന്ത് ചെയ്യണം? നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം അവർക്ക് കേപ്പബിൾ ഉണ്ട്. എന്തിന്? അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസും ഡിസ്ചാർജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് അവർക്കുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് നാലാമത്തെ പ്രിൻസിപ്പിളായ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇൻ ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ രജിസ്റ്റേർഡ് ആൻഡ് ഗവേൺ അക്കോർഡിംഗ് ടു കോപ്പറേറ്റീവ് ലോ ആൻഡ് ലെജിസ്ലേഷൻ. കോപ്പറേറ്റീവ്സ് ആർ ഫങ്ഷനിങ് വിത്തിൻ ദിസ് ലീഗൽ ഫ്രെയിംവർക്ക്. ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ കോപ്പറേറ്റീവ്സിന് ഒരു ലോ ഉണ്ടാകും. അതിൻ്റെ ബേസിൽ തന്നെയായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ ആ ഒരു ലീഗൽ ഫ്രെയിംവർക്കിലാണ് കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത്. ദസ് ഗവൺമെന്റ് മേ ബി ഹെൽപ്ഫുൾ ഓർ ഹാംഫുൾ ടു ദ സൊസൈറ്റീസ്. അപ്പോൾ ചില കേസിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും, ചില കേസിൽ ഹാംഫുള്ളും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്ത് വേണം? നമുക്കൊരു ഓട്ടോണോമി വേണം, ഓട്ടോണോമസ് സ്റ്റാറ്റസ് വേണം ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും. ആ ലോയുടെ ഫ്രെയിംവർക്കിൽ തന്നെ വർക്ക് ചെയ്ത് അതിന് ഒരു ഓട്ടോണോമി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയണം. അതാണ് പ്രിൻസിപ്പലിലൂടെ ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കിട്ടേണ്ട ഒരു റൈറ്റാണ് എന്ത്? ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ദെൻ ആറാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിൻ്റെ ഇടയിലുള്ള ഒരു കോപ്പറേഷൻ. അത് ഓൾറെഡി നമ്മൾ കാർവേ പ്രിൻസിപ്പിൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. കോപ്പറേറ്റീവ്സിൻ്റെ ഇടയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പോയെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഇടയിൽ ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിലാണ് കോപ്പറേറ്റീവ്സ് നല്ല രീതിയിൽ കോപ്പറേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. ഏഴാമത്തെ പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. എന്താണ് ഏഴാമത്തെ പ്രിൻസിപ്പിൾ? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് റിസൈഡിങ് ഇൻ എ ലിമിറ്റഡ് ഏരിയ. ഫസ്റ്റ് തന്നെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. നമ്മുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യണം? അവരുടെ ഫങ്ഷൻ, പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു ലിമിറ്റഡ് ഏരിയയിലുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്നിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് പ്രൈമറി ഫങ്ഷനായിട്ട് വരിക. ദെൻ സെക്കൻഡറി ഫങ്ഷനാണ് ദേ ഷുഡ് അസോസിയേറ്റ് വിത്ത് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അസോസിയേറ്റ് ചെയ്യണം ആസ് എ ഹോൾ ഇൻ എ സ്പെസിഫൈഡ് ഏരിയ. ആ ഒരു സ്പെസിഫൈഡ് ഏരിയയിലുള്ള കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എല്ലാവരും അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ദെൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നെസസറി ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നെസസറി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും ഈസ് ഓൾസോ നെസസറി. വളരെയധികം നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഈ കാര്യങ്ങളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നമ്മുടെ 7th പ്രിൻസിപ്പളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ 4 സ്റ്റേജസും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ദെൻ 1995 7 പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ എന്തായിരുന്നു? കോപ്പറേഷൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് കോപ്പറേഷൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞതാണ്. കോപ്പറേഷൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോപ്പറേറ്റീവ് വാല്യൂസ് ഉണ്ട്, വാല്യൂസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് വാല്യൂസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.